നമസ്കാരം. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി തന്നെ സ്വർണ്ണവില വർദ്ധിച്ചു വരികയായിരുന്നു. ഏകദേശം 2000 രൂപയോളം തന്നെ 2 ദിവസമായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ വർദ്ധിച്ച സ്വർണ്ണവിലയ്ക്ക് ഇന്ന് വലിയ കുത്തനൊരു ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് മെയ് 23 വെള്ളിയാഴ്ച കുറവ് രേഖപ്പെടുത്തി സ്വർണ്ണവില കേരളത്തിൽ അങ്ങുമിങ്ങും എല്ലാവർക്കും സന്തോഷം പകരുന്നു. 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് ഒരു വിഭാഗം സ്വർണ്ണ വ്യാപാരി സംഘടനകളും ഒരുപോലെ കുറിച്ചത്. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 8940 രൂപയിലും പവന് 280 രൂപ കുറഞ്ഞ് 71520 രൂപയിലുമാണ് വ്യാപാരം ഇന്ന് നടക്കുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനിലെ കെ സുരേന്ദ്രനാണ് പ്രസിഡന്റ്. അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ സെക്രട്ടറിയുമായുള്ള വിഭാഗം അറിയിച്ചതനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. 18 കാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന്റെ വില തന്നെയാണ് ഇപ്പോൾ 30 രൂപ കുറഞ്ഞ് 7325 രൂപയും ഒരു പവന്റെ വില 240 രൂപ കുറഞ്ഞ് 58600 രൂപയുമായി ഇന്നത്തെ നിരക്കിൽ പറയുന്നത്. അതേസമയം സാധാരണ വെള്ളിയുടെ വിലയിൽ മാറ്റമൊന്നുമില്ല. 1 ഗ്രാം വെള്ളിയുടെ വിലയിൽ 110 രൂപ തുടരുകയാണ്. ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായിട്ടുള്ള ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ മറ്റൊരു വിഭാഗം സ്വർണ്ണവില കുറിച്ചതായി തന്നെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഈ വിഭാഗം 18 കാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന്റെ വില 25 രൂപ കുറച്ച് 7370 രൂപയും ഒരു പവന്റെ വില 200 രൂപ കുറച്ച് 58960 രൂപയുമാക്കി നിശ്ചയിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ പറയുന്നതും വെള്ളി വിലയാണ്. സ്വർണ്ണ വിലയിൽ തന്നെ കുത്തനൊരു ഇടിവിനെ പറ്റി തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികളും ചർച്ച ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽ 1 ഗ്രാം സാധാരണഗതിയിൽ തന്നെ വെള്ളിയുടെ വിലയ്ക്ക് 111 രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ സ്വർണ്ണവില പരിശോധിക്കുമ്പോൾ മെയ് 22-ന് വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഇരുവിഭാഗം സംഘടനകളും ഒരേ നിരക്കിലാണ് വർധനവ് വരുത്തിയത്. അന്ന് ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8975 രൂപയും പവന് 360 രൂപ വർദ്ധിച്ച് 71800 രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത്. അതിനു മുൻപത്തെ തന്നെ ദിവസമായ മെയ് 21-ന് ബുധനാഴ്ച ഗ്രാമിന് 225 രൂപയും പവന് 1760 രൂപയും വർദ്ധിച്ച് യഥാക്രമം 8930 രൂപയിലും 71440 രൂപയിലുമായിരുന്നു ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടന്നത്. തുടർച്ചയായ വില വർധനവിന് തന്നെ ഇപ്പോൾ ശേഷം സ്വർണ്ണ വിലയിൽ വീണ്ടും കുറവുണ്ടായതെന്ന് തന്നെയാണ് പറയുന്നത്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസമായേക്കാമെന്നും പറയുന്നു. എന്നാൽ സ്വർണ്ണ വിലയിലെ ഈ ചാഞ്ചാട്ടം വിപണിയിൽ എന്ത് പ്രഖ്യാതങ്ങൾക്കും സൃഷ്ടിക്കുമെന്നും വരും ദിവസങ്ങളിൽ നോക്കേണ്ടി വരും. അതിനെക്കുറിച്ച് തന്നെയാണ് വീണ്ടും സ്വർണ്ണവിലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ മാറ്റങ്ങളുണ്ട്. ഡോളർ രൂപ വിനിമയ നിരക്ക് തുടങ്ങി നിരവധി ഘടകങ്ങൾ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനകത്ത് കേരളത്തിൽ തന്നെ സ്വർണ്ണവിലയിൽ തുടർച്ചയായി 2ാം ദിവസമാണ് വർധന ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് പവന് 360 രൂപയും ഗ്രാമിന് 40 രൂപയുമാണ് വില കൂടിയത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 71800 രൂപയും ഗ്രാമിന് 8875 രൂപയുമാണ് വില വർദ്ധിച്ചത്. ഇന്നലെ കേരളത്തിൽ പവന വില 1760 രൂപയും ഗ്രാമിന് 220 രൂപയുമായി ഉയർന്നിരുന്നുവെന്നും വാർത്തയിൽ പറയുന്നു.